വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പാർട്ടി വെയർ എന്താ ചെയ്യാത്ത പാർട്ടി വെയർ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഡിസൈനർ ടോപ്സ് ചെയ്യുമ്പോൾ മാക്സിമം ഒത്തിരി ഹെവി ആക്കാറില്ല. ഒരുപാട് ഹെവി ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം നമ്മൾ ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഞാൻ ചെയ്യണേ. അപ്പം എന്നാലും എല്ലാവരും അനാർക്കലിയും പാനലൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ഫംഗ്ഷൻസ് വരെയാണ് നല്ല ഹെവി ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ഇതുപോലെ പാനൽ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ 3 പാനലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, 3 ഉം 6 ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 15 ഡബിൾ ആയിട്ടുള്ള പാനൽ സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട്. അതും ചിനോൺ ഫാബ്രിക് ആണ്, പ്യുവർ ചിനോൺ ഫാബ്രിക്. നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം ഇത്. അതുപോലെ ചിക്കൻ കാരിൽ വരുന്ന പോലെ ഈ ഓംലെറ്റ് ഷെയ്ഡ് എന്ന് പറയില്ലേ, ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വന്നിട്ട് അത് ഭയങ്കര റെയർ ആണ് നമുക്ക് കിട്ടാനായിട്ട്. ആക്ച്വലി നമുക്ക് അങ്ങനെ ഡൈ ചെയ്യുന്നതൊന്നുമില്ല ഇവിടെ. പക്ഷെ ഇങ്ങനെ ഈ ഓംലെറ്റ് ഷെയ്ഡിലോട്ട് വന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ കളർ എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാട്ടോ, ഒരു രക്ഷയില്ല കളറ്. ഇതിന്റെ താഴോട്ടേക്ക് ഇതുപോലെ നല്ല ഡാർക്ക് ആയിട്ടുള്ള പിങ്കും മേലോട്ടേക്ക് ലൈറ്റ് പിങ്കും ആണ് വന്നേക്കുന്നത്. ഹെവി ആയിട്ടുള്ള യോക്കാണ്. ഇതുപോലെ ഇങ്ങനെയും ചെയ്തിട്ടില്ല. നമ്മൾ ഷോപ്പിൽ പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. എല്ലാവരും പാറ്റേൺസ് പറയുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ യോക്ക് കാണിച്ചു തരാട്ടോ, ഭയങ്കര ഭംഗിയാണ്. നല്ല രസമാണ്. ഇതുപോലെ നല്ലൊരു നെക്ക് പാറ്റേണിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഇട്ട് തരാം കേട്ടോ. ഇതിപ്പോൾ എത്ര പാനലായിരുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഷേപ്പ് തോന്നും ഈ ഒരു കളർ ചെയ്ത് കഴിയുമ്പോൾ. സ്ലീവിന്റെ എൻഡ് കണ്ടോ, ഇതുപോലെ സ്ലീവിന്റെ എൻഡിലേക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ല വർക്കാണ് കൊടുത്തേക്കുന്നത്. സ്ലീവിന്റെ എൻഡിലോട്ട് ഇതേപോലെ കണ്ടോ, സ്ലീവിലോട്ട് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിനോൺ ഫാബ്രിക് ആണ്, അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ആണ് ആ ഫാബ്രിക്. അപ്പൊ നിങ്ങൾ എപ്പോഴും പാർട്ടി വെയർ ചെയ്യാത്ത ഹെവി എന്താ പറയാ ഒരു ഫംഗ്ഷൻ വെയറും ഹെവി ആയിട്ടുള്ള പാനലും അനാർക്കലിയും ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ചെയ്തേക്കുന്നതാണ്. താഴേക്കുള്ള ഷെയ്ഡ് കണ്ടോ, ഇത് ഭംഗിയാണെന്നറിയാമോ? ആ ഒരു ഷെയ്ഡ് എന്താണോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതി തോന്നും. അതേപോലത്തെ ഷെയ്ഡ് നല്ല രസമാണ് ആ ഷെയ്ഡ് കാണാനായിട്ട്. ചിനോൺ ഫാബ്രിക് ഈ ഒരു നല്ല ഷേപ്പിലോട്ട് നമുക്ക് ദുപ്പട്ട വേറെ ഇടുന്നേ ഇല്ല. ഇതുപോലെ ഇനിയും ഇങ്ങനെയൊക്കെ പണ്ടത്തെ പോലെ ഇങ്ങനെ ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇടാം. ലെങ്ത് ഫ്ലോർ ലെങ്ത് ആണ് കേട്ടോ. ഈ പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷന് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പാർട്ടി വെയർ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഫ്ലോർ ലെങ്ത്തിലേക്കാണ് ഇത് കൊടുത്തേക്കുന്നത്. ഒരു 53 ലെങ്ത് ഒക്കെ ഉണ്ടാവും. നല്ല പിന്നെ ലെങ്ത് കുറച്ചാൽ നമുക്ക് ആ ഒരു താഴത്തെ കളർ ഡാർക്ക് കളർ ഇതാവും, കട്ടാവും. അതുകൊണ്ട് ഈ ഫ്ലോർ ലെങ്ത് വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഫ്ലോർ ലെങ്ത്തിലോട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഒരു ഫംഗ്ഷൻ വേറെ എല്ലാവരും എന്നോട് ചെയ്തു തരാമോ എന്ന് ചോദിക്കും. അപ്പം നമ്മളിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് പീസ്, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആക്കിയത്. എന്നിട്ട് ഈ ഒരു ചെറിയ സീക്വൻസ് ഇതിനകത്തോട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഒരു സീക്വൻസ് ഓൾ ഓവർ ഇതിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുമ്പോഴേ കണ്ടോ ഇതുപോലെ ആ സീക്വൻസ് ത്രെഡ് ഇങ്ങനെ വെച്ചിട്ട് എൻഡിലോട്ട് ഇതുപോലെ ഡോറിയും 2 ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല പോലെ ഈ ഒരു ലുക്കായിരിക്കും ഇത് കണ്ടോ. ഇതുപോലെ സ്ലീവൊക്കെ കണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ലെങ്ത്തിലോട്ടാണ് കേട്ടോ സ്ലീവ് കൊടുത്തേക്കുന്നത് ഇതേപോലെ. അപ്പം ഈ ഒരു ലുക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ ഒരു കളറും കൂടി ഉണ്ട്, യെല്ലോ ഷെയ്ഡിലേക്ക്. ഇത് പിങ്ക് ആണെങ്കിൽ ബേബി പിങ്കും പ്ലസ് ഡാർക്ക് പിങ്ക് ആണെങ്കിൽ ഇനി ബേബി യെല്ലോ കോമ്പിനേഷനിലേക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു. ഞാൻ പറഞ്ഞു 2 ഷെയ്ഡിലേ നമുക്ക് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ആ 2 ഷെയ്ഡും ലൈറ്റർ പേസ്റ്റൽ ടോണിലേക്ക്. ഇതിന്റെ താഴോട്ട് കണ്ടോ ഈ ഒരു ഡാർക്കർ യെല്ലോ ആണ് കൊടുത്തേക്കുന്നത്. ഒരു മസ്റ്റർഡ് യെല്ലോ, മാമ്പഴ മഞ്ഞയൊക്കെ ഇല്ലേ, ആ കളറാണ്. മേലോട്ട് ഒരു ബേബി യെല്ലോ. നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് കുറച്ചും കൂടി ഷേപ്പ് ചെയ്യണം കേട്ടോ. ഞാനിത് ആക്ച്വലി എൻ്റെ സൈസ് റെഡി ആയിട്ടില്ല, അതുകൊണ്ട് പ്ലസ് സൈസ് ഇട്ടേക്കുന്നത് കുറച്ച്, അതുകൊണ്ടാണ് ഇത്തിരി ലൂസ് തോന്നുന്നത്. അപ്പം നല്ല ഷേപ്പിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണിത്. ഇതിന്റെ യോക്ക് കണ്ടോ, ഫുള്ളി ഹാൻഡ് വർക്ക് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. എന്ത് രസം എന്ന് പറയാം. കാണിച്ച പിങ്കിന്റെ പോലെ തന്നെ ഇതിനകത്തോട്ടും ഓൾ ഓവർ ഓരോ സീക്വൻസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ കണ്ടോ, സ്ലീവിന്റെ എൻഡിലോട്ട് ഈ ഒരു ലുക്ക് ആയിരിക്കും ഇതേപോലെ. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട്. ഫുള്ളി നല്ല ലെങ്ത് ഒക്കെ ആയിട്ട് ഈ ഒരു പാറ്റേൺ ഇതുപോലെ ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 ഷെയ്ഡ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആകെ ലിമിറ്റഡ് മെറ്റീരിയൽ നമ്മളോട് റെഡി ടു ഡെസ്പാച്ച് ആണ് കേട്ടോ. അധികം ഡിലേ വരില്ല. വിത്തിൻ 3-4 ഡേയ്സിൽ നമ്മൾ ഡെസ്പാച്ച് റെഡിയാണ്. അപ്പോൾ പാർട്ടി വെയർ വേണമെന്നുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യുക. നല്ല അടിപൊളി ഷേപ്പിലോട്ട് പാനലായിട്ട് ചെയ്തേക്കുന്നതാണ്. പാനൽ ഫുൾ ലെങ്ത് ആയിട്ടുള്ള കുർത്തി, ടോപ്പ്, ബോട്ടം, ദുപ്പട്ടയായിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ